പ്രിയമുള്ളവരെ, പഞ്ചാരക്കുന്ന് പഞ്ചായത്തിന്റെ ആഘോഷം അവസാനിച്ച സ്ഥിതിക്ക് ഇവർക്ക് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ കുമാരേട്ടനെ നന്ദി പറയാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വരൂ. ഈ വന്ന ആൾക്കാർക്ക് നന്ദി പറയും. നന്ദി 2 വാക്ക് പറയും. നന്ദി അങ്ങോട്ട് പറഞ്ഞോ. കുമാരേട്ടനല്ലേ ഇതിന്റെ പ്രസിഡന്റ്. നന്ദി പറയും. എന്താ കാര്യം ഈ പറഞ്ഞ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക്? ഞാൻ ഇന്നേ വരെ വേദി കയറി വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പറയങ്ങടെ. ആ ഉണ്ണികൃഷ്ണ അതെ, കുമാരേട്ടൻ തന്നെ പറയട്ടെ നന്ദി. ഒന്ന് കൈയടിച്ച കുമാരേട്ടൻ വേണ്ട. എവിടേക്കാ കൈയടിക്കണം? അവനെ അറിയില്ല, വെറുതെ പൊട്ടത്തരം പറഞ്ഞു. അതായത് ഈ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ തന്നു ഈ പരിപാടി വിജയത്തിലോട്ട് അത് എന്തെന്നൊക്കെ പറയണേ? 2 വാക്ക് നന്ദി. അവനറിയില്ല. ഞാൻ എന്താ പറയുക, അത് പണിയൊന്നും ആൾക്കാരൊക്കെ ചിരിക്കണമെന്നേ. പറഞ്ഞോളൂ. ഹലോ, അത് ശബ്ദം ഉണ്ടത്? മൈക്ക് വരയ്ക്കുന്നു. കഴിയോട്ടെ. നമ്മുടെ നമ്മൾ വർഷം തൊണ്ടല്ല വെള്ളമൊക്കെ പറ്റിക്കും. എല്ലാ കൊല്ലവും എന്ത് കണ്ടിട്ട് ചിരിക്കുന്ന ആൾക്കാർ എല്ലാ വർഷവും എല്ലാ കൊല്ലവും നടത്താറുണ്ടല്ലോ, നടത്തി പോരാറുള്ളതാണല്ലോ വാർഷികം. അപ്പോ ഈ വർഷത്തെ ഇത് വാർഷികം നടത്തണം എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഈ കൈ എവിടെ കിട്ടണമെന്ന് പറയുന്നില്ല. പണ്ടാറ് ഈ വർഷത്തെ വാർഷികം നടത്തണം എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഇത് ഓരോ സഹായങ്ങളും ഇത് ഇതിന്റെ ഈ ഇതിന്റെ ആരാന്ന് പറയുന്ന അവസ്ഥ എന്തിനാണ് പറയണോ? നമ്മുടെ ഇതിന്റെ സദ്യക്ക് വേണ്ടിട്ട് 50 നാളികേരം ഉണ്ണികൃഷ്ണന്റെ അവിടുന്ന് തരേണ്ടായി. തന്നെ പറഞ്ഞു. പിന്നെന്തിനാ നന്ദി പറയണം? അതേപോലെ തന്നെ 10 പറ നെല്ല് നമ്മുടെ ഭാസ്കരന്റെ അവിടുന്ന് പായസത്തിന് വേണ്ടിട്ട് അതിന്റെ നെല്ല് കുത്തി തന്നത്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നീ കുറിച്ച് നോക്കണം. ഇത് തന്ന കാര്യങ്ങൾ തന്നെ ഗൗരവം പറയണം. അതേപോലെ സൗണ്ടിന്റെ ഇത് വളരെ നല്ല രീതിയിൽ ഇതിന്റെ ശബ്ദം ഇത് ഒക്കെ തന്ന് സഹായിക്കുന്ന കുട്ടികള് എന്തിനധികം പറയണോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളെ ചെയ്യുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. ഒരു 100 വട്ടം ഞാൻ പറഞ്ഞ കൊണ്ട് പറയിക്കണ്ട ഞാൻ രാജിവെച്ചു. പ്രാസംഗികരുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലെ എല്ലാവർക്കും പ്രസംഗിക്കാൻ അറിയണമെന്നില്ല അല്ലേ? അടുത്തത് ഒരു നല്ലൊരു പ്രസംഗമായാലോ? അങ്ങനത്തെ ചില പ്രസംഗങ്ങളുണ്ട് അല്ലേ? പ്രസംഗിച്ച ആവേശം കാരണം അത്തരത്തിലൊരു പ്രസംഗം ഒന്ന് കണ്ടു. ഒന്ന് അനൗൺസ് ചെയ്യാം. പ്രിയമുള്ളവരെ, വളരെ മാന്യമായി നമ്മളോട് പെരുമാറുകയും സൗമ്യശീലനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവുമായ ആവേശം പരമു ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സത്യത്തില് ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കേണ്ട കാര്യം പറഞ്ഞ് ഇതിന്റെ സംഘാടകർ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. കാരണം ഓരോ കാലഘട്ടത്തിലും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള സംഘാടകർ അതിന്റെ പുറകിൽ ശക്തമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു സംഘടന വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടാവും. പക്ഷെ അത് വേണ്ട. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള മാത്രമല്ല
ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ വന്ന ആ സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ അച്ചടക്കമുള്ള നല്ല ജനം. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം വരെ ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഞാൻ പറയാണ്. ഞാനിവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഈ മൈക്കിള് ഞാൻ പറഞ്ഞേ ഈ മൈക്കിള് ഇവിടെ ഇതിനെ ചുക്കാൻ പിടിക്കണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനൊരു പൂരം ഞാൻ പറയണോ നിർത്തരുത്. അല്ല, ഞാൻ അതെന്ത് പ്രശ്നം, എന്ത് പ്രശ്നം ഞാൻ പറയാം, പറഞ്ഞോളൂ. ഇങ്ങനൊരു പൂരം നടത്തുന്നതിന് വേണ്ടി ഇത്രയധികം ആളുകൾ ഇതിന്റെ പുറകില് ഊണുറക്കടിച്ച് നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. അല്ലാതെ വെറുതെ എങ്ങനെയെങ്കിലും ഒരു പരിപാടി നടക്കില്ല എന്ന് മാത്രല്ല, ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൂക്കണ്ട മക്കളെ, കൂക്കണ്ട. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളെയാണ് കേട്ടോ. അപ്പൊ നന്ദി, നമസ്കാരം.